ഹായ് മക്കളെ, ജെജി സാറാണ്. സോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് കാണണം. അതേപോലെ തന്നെ മക്കൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. സോ മക്കളെ, നമുക്കറിയാം 7ാം ക്ലാസ് ആണ്. സോ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേണിംഗ് പോയിന്റ് തന്നെയാണ് 7ാം ക്ലാസ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾക്കറിയാലോ, 10th അതായത് 10ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത്, ഇപ്പോൾ ഈ വർഷത്തെയൊക്കെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തേനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് A+ൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ പകുതിയായി കുറഞ്ഞു. അതായത് പകുതിയായിട്ട് A+ ഒക്കെ എന്ത് ചെയ്തു, 10ാം ക്ലാസ്സിനകത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്താണ് പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കേണ്ട പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും 10th എത്തുന്ന സമയത്ത് പലപ്പോഴും ചില കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ 10th എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ 7ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ തന്നെ ഇത്തരത്തിലേക്കൊരു 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് 10th ഒരു മികച്ച രീതിയിലേക്ക് ഒരു ഫുൾ A+ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു 7ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത് നിങ്ങൾ പോകുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലേക്കാണ്, 8ാം ക്ലാസ് ആണ്. അതൊക്കെ നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ക്ലാസ് റൂമാണ്. ഇനി നിങ്ങൾ 7ൽ തന്നെ നിങ്ങൾ നോക്ക്, 7ാം ക്ലാസ് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം നിങ്ങൾക്കറിയാലോ, ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ കുറേ അവസരങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് USS എന്ന് പറയുന്നത്, അല്ലേ? USS എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്ക്, 1,00,000 കുട്ടികൾ, അല്ലേ, അപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ ഉള്ള ഒരു എക്സാമാണ് USS എന്ന് പറഞ്ഞാൽ. ഇത് 1,00,000 കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ എക്സാം ഒക്കെ നേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നേടാൻ പറ്റും? അത് നിങ്ങൾ ആലോചിച്ച്, ഒരു ക്ലാസ് റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു സ്കൂളിനകത്ത് എങ്ങനെയാണ് USSലുള്ള കുട്ടികളെ ഇതുവരെ തിരഞ്ഞെടുക്കുന്നത്? ടീച്ചേഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം പറയുന്നത് നിങ്ങളുടെ ഓണം എക്സാമിലുള്ള മാർക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, 7ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഓണം എക്സാമിനകത്ത് മികച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ, നിങ്ങളുടെ സ്കൂളിനകത്ത് USSലേക്ക് എന്ത് ചെയ്യും, നിങ്ങളെ കൂടി അവരെന്ത് ചെയ്യും, പരിഗണിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വർഷം USS എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുവരെ നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന ആളുകൾ USS കിട്ടുന്നതോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ മാറും, അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ, നിങ്ങളുടെ പേരൻസിൻ്റെ ഇടയിൽ എല്ലാം തന്നെ നിങ്ങളുടെ ലെവൽ എന്ത് ചെയ്യാണ്, മാറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, 7ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഇനി ചില ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷൻ, സാറേ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാനുള്ള ട്യൂഷൻ സംവിധാനങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. 7ാം ക്ലാസ് ഒക്കെയാണ് അധികം ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററുകളൊക്കെ ഉള്ളത്. 8, 10 ക്ലാസ്സുകളൊക്കെ മെയിനായിട്ട് 8, 9 ക്ലാസ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. 7ാം ക്ലാസ്സിനൊന്നും ആരും പരിഗണിക്കുന്നില്ല. മക്കളെ, അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സൈലം ഒരു സൊല്യൂഷൻ കണ്ടെത്തിയുള്ളത്. അതാണ് സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. മക്കളെ, ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവഞ്ചേഴ്സ് ബാച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവഞ്ചേഴ്സ് ബാച്ചിനകത്താണെങ്കിൽ ഓൾറെഡി ക്ലാസ്സുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ചേരാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ചു തുടങ്ങണം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ ചേരാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അവഞ്ചേഴ്സിൻ്റെ ഭാഗമായി മാറുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ടേം എക്സാമിനകത്തും അതേപോലെ തന്നെ USS എന്ന് പറയുന്ന വലിയൊരു എക്സാം നമുക്ക് നേടാനും, അതുകൂടാതെ തന്നെ അടുത്ത വർഷം 8ാം ക്ലാസ്സിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന 48,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന NMMS നമുക്ക് പിടിക്കാനും നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. സോ എല്ലാ ആൾക്കാരും സമയം കളയാതെ അവഞ്ചേഴ്സിൻ്റെ ഭാഗമായി മാറുക. ഓൾ ദി ബെസ്റ്റ്.